ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ LD ക്ലർക്കിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ 2026 ഡിസംബർ അല്ലെങ്കിൽ നവംബർ മാസത്തോടു കൂടി തന്നെ നമ്മുടെ LD ക്ലർക്കിന്റെ എന്ത് ചെയ്യും, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന 2027 കൂടി തന്നെ എക്സാമിനേഷൻ നടക്കി 2028 കൂടി തന്നെ റാങ്ക് ലിസ്റ്റുകൾ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് പ്രധാനമായിട്ട് ഈ പറയുന്ന LD ക്ലർക്കിന്റെ ഒക്കെ യോഗ്യതകളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ ഈ പറയുന്ന രീതിയിൽ അതിന്റെ സാലറിയും അതേപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ചൊക്കെ പൊതുവെ ഈ പറയുന്ന PSC-യിലൊക്കെ കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും, പൊതുവെ സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് ഈ പറയുന്ന മുൻ വർഷങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ LD ക്ലർക്കിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വെച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളത് ഡിസ്കസ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ മുമ്പ് 2023 എന്ത് ചെയ്തിരുന്നു, ഈ പറയുന്ന LD ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വേരിയസ് പോസ്റ്റിലേക്കാണ്, അതായത് നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള ഏകദേശം 110ഓളം വകുപ്പുകളിലേക്കുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റ് എന്ത് ചെയ്ത് വരുന്നത്. അതിനകത്ത് കുറച്ച് തസ്തിക ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും തന്നെ എന്ത് ചെയ്യും, പൊതുവെ പറയുന്ന LD ക്ലർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ തസ്തിക എന്ത് ചെയ്യും, ഉണ്ടാകും. അപ്പൊ വിവിധ സർക്കാർ വകുപ്പുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ജോലി കിട്ടുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു സാലറി സ്കെയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്, LD ക്ലർക്കായിട്ട് നമ്മൾ ആദ്യം കയറുന്ന സമയത്ത് നമ്മുടെ സാലറി എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് എന്ത് ചെയ്യുന്നത്, നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ കുറച്ച് പൈസ നമുക്ക് അധികം കിട്ടും. അതായത് ഈ പറയുന്ന ഹൗസിംഗ് റെന്റിങ് അലവൻസ്, അതേപോലെ തന്നെ ഈ പറയുന്ന DA ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്ന കുറെ അലവൻസുകളെല്ലാം കൂടെ വരുമ്പോഴത്തേന് തന്നെ അത്യാവശ്യം എന്ത് ചെയ്യും, നല്ലൊരു സാലറി നമുക്ക് എന്ത് ചെയ്യും, കൈ കിട്ടും. ലക്ഷങ്ങളും കിട്ടും എന്നെല്ലാം പറയുന്നത് ഈ പറയുന്ന അത്യാവശ്യം ഭേദപ്പെട്ട സാലറി നമുക്ക് എന്ത് ചെയ്യും, കയ്യിൽ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന LD-യുടെ പ്രത്യേകത പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന പാവപ്പെട്ടവന്റെ സിവിൽ സർവീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പരീക്ഷയും കൂടിയാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത്, LD ക്ലർക്കിന്റെ പരീക്ഷ എന്ന് പറയുന്നത് അല്ലെ. അതുകൂടാതെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് പൊതുവെ എന്ത് വരുന്നത്, ഈ പറയുന്ന വേക്കൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതും എന്നുകൂടിയാണ് അല്ലെ. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ പറയുന്ന അത്യാവശ്യം പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ഈ ഒരു പോസ്റ്റ് കൂടിയാണ് ഈ LD ക്ലർക്ക് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ LD ക്ലർക്കായിട്ട് കയറുകയും ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം തന്നെ കയറുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന സീനിയർ ക്ലർക്കായിട്ട് എന്ത് ചെയ്യും, മാറും. സീനിയർ ക്ലർക്കിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഹെഡ് ക്ലർക്കായിട്ട് എന്ത് ചെയ്യും, മാറും അല്ലെ. ഹെഡ് ക്ലർക്കായിട്ട് മാറും. അതിനുശേഷം ജൂനിയർ സൂപ്രണ്ടന്റ്, സൂപ്പറിൻറ്റൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാറും. അതിനുശേഷം ഈ പറയുന്ന സീനിയർ സൂപ്പറിൻറ്റൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇതിലെ സ്ഥാനക്കയറ്റം കിട്ടുമെന്നുള്ളത്. അതായത് ഈ പറയുന്ന ആദ്യമേ LD, പിന്നെ സീനിയർ ക്ലർക്ക്, അതിനുശേഷം ഹെഡ് ക്ലർക്ക്, അതിനുശേഷം ജൂനിയർ സൂപ്രണ്ട്, അതിനുശേഷം സീനിയർ സൂപ്രണ്ട് എന്നിങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന പ്രൊമോഷൻസ് കൂടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇനി എന്റെ സാലറി സ്ട്രക്ചർ നമ്മളൊന്ന് കണക്കുകൂട്ടുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ് ബേസിക് സാലറി ആയിട്ട് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത് പറയുന്നത് ഈ പറയുന്ന 23,500 മുതൽ 60,700 വരെയാണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന സീനിയർ ക്ലർക്ക് SC എന്ന് പറയുന്ന സീനിയർ ക്ലർക്ക് ആട്ടോ. സീനിയർ ക്ലർക്കിലേക്ക് വരികയാണെങ്കിൽ അത് പിന്നെയും കൂടി 35,300 മുതൽ 75,400 വരെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മാക്സിമം സാലറി പോകും. ഇനി ഹെഡ് ക്ലർക്കിലേക്ക് വരികയാണെങ്കിൽ, HC എന്ന് പറയുന്ന ഹെഡ് ക്ലർക്ക് ആണ്. ഹെഡ് ക്ലർക്കിലേക്ക് വരികയാണെങ്കിൽ 39,300 മുതൽ 83,000 വരെ എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിൽ ശമ്പളം കിട്ടാനുള്ള സാധ്യതകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി ജൂനിയർ സൂപ്രണ്ട് JS എന്ന് പറയാം, ജൂനിയർ സൂപ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 43,400 മുതൽ 1,00,000 എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 20,000 വരെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, 91,200 വരെയുള്ള 1,00,000 അല്ല 91,200 വരെ എന്ത് ചെയ്യുന്നുണ്ട്, സാലറി സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെയും പ്രതീക്ഷിക്കാം. പിന്നെ സീനിയർ സൂപ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന 51,400 മുതൽ 1,00,000 അല്ലെ, 1,00,000 ഈ പറയുന്നതാണ് 10,300 വരെ എന്താണ് ഇവരൊരു സാലറി സ്കെയിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊരു എക്സാക്ട് നമ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരു അപ് ടു എമൗണ്ട് എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അലവൻസുകളും മറ്റും എല്ലാം കൂടെ വരികയും ഓക്കെ മറ്റു ഈ പറയുന്ന രീതിയിൽ ശമ്പള പരിഷ്കരണമൊക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് കൂടി വരുന്ന ഒരു ശമ്പള സ്കെയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ ശമ്പള സ്കെയിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, അതാണ് എന്ത് ചെയ്യുന്നത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഈ പറയുന്ന പ്രൊമോഷൻ സാധ്യതകളും അതേപോലെ തന്നെ അതിന്റെ സാലറി സ്ട്രക്ചറും എന്നും പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി ഈ പറയുന്ന മുൻ വർഷങ്ങൾ നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തിരുവനന്തപുരത്തും കൊല്ലത്തും ഓക്കെ, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഓക്കെ, അതേപോലെ തന്നെ അതിനകത്ത് ഓരോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞതിനകത്ത് അവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന ഈ പറയുന്ന തിരുവനന്തപുരത്ത് 72.67 ഓക്കെ, ഇവിടെ കട്ട് ഓഫ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഇത്രത്തോളം കട്ട് ഓഫ് ഈ പറയുന്ന വരുന്ന പരീക്ഷകളിലും ഇത്രത്തോളം കട്ട് ഓഫ് തന്നെ വരും എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്തില്ല, നിങ്ങൾ ഈ പറഞ്ഞ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ കട്ട് ഓഫ് എന്ത് ചെയ്യണം, അങ്ങോട്ട് മാറി എന്നൊക്കെ എന്ത് ചെയ്യും വരും. ഇതേ കട്ട് ഓഫ് തന്നെ അടുത്ത വർഷം വരണമെന്നില്ല.
ഓക്കെ അല്ലേ? അപ്പൊ വിവിധ ജില്ലകളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫും അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണവുമാണ് എന്ത് ചെയ്യുന്നത് അവിടെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥി പ്രധാനമായിട്ട് ഈ പറഞ്ഞ PSC പരീക്ഷകളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത് ഇറങ്ങിത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും നോക്കിയിരിക്കുന്ന പരീക്ഷയും കൂടിയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം പൊതുവെ പറയാം, എനിക്ക് എല്ലാവർക്കും എനിക്കറിയാം ഈ പറയുന്ന കമന്റ് ബോക്സിലേക്ക് വന്നതിന് ശേഷം ആളുകളെല്ലാം തന്നെ എന്ത് ചെയ്യും പറയും ഇതേപോലെ നിയമനം കുറവാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാവരെയും ജോലിക്ക് എടുക്കുന്നില്ല എന്നൊക്കെ എന്ത് ചെയ്യും പൊതുവെ പറയുന്ന വിഷമങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട് പൊതുവെ മുന്നോട്ടേക്ക് വെക്കാറുള്ള വിഷമങ്ങൾ തന്നെയാണ്. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഇതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് മുന്നേറ്റേക്ക് എത്തുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് നിയമനം ലഭിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ലക്ഷങ്ങളോളം വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് എഴുതുമ്പോഴും ആയിരങ്ങളോളം വരുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് നിയമനം ലഭിക്കുക എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ്. ഓക്കെ, അത് പൊതുവെ ഈ പറയുന്ന പരീക്ഷയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അല്ലെ? പിന്നെ ചെറിയ ചെറിയ പാകപ്പിഴകൾ പൊതുവെ ഉണ്ടാകാറുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷ എഴുതുക എന്നുള്ളതും കയ്യിലുള്ള മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിക്കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്രത്തോളം ഉയരാൻ വേണ്ടി സാധിക്കും അത്രത്തിലെ ഉയരത്തിലേക്ക് എത്തുകയും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എന്ത് ചെയ്യുക ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്തെടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതിന് ഈ പറയുന്ന രീതിയിൽ നല്ല കഷ്ടപ്പാട് നൽകി വരേണ്ടതായിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ഈ പറയുന്ന 1 മണിക്കൂർ മറ്റും ഈ പറയുന്ന രീതിയിൽ മാത്രം ഇരുന്ന് പഠിക്കുകയും വെറുതെ ഈ പറയുന്ന രീതിയിൽ PVQs മാത്രം ഫോളോ ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് വലിയൊരു റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. ഓക്കെ, പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന എന്താണ് അത്യാവശ്യം ഈ പറയുന്ന സ്വപ്നം ജോലി നോക്കിയിരുന്ന ശേഷം ഈ പറയുന്ന കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമത്തെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് പൊതുവെ ഉദ്യോഗാർത്ഥികളുടെ ഫ്രസ്ട്രേഷൻസ് ആണ് അവർ പറയുന്ന കമന്റ് ബോക്സിൽ എല്ലാവരും ഈ പറയുന്ന ആവലാതികളായിട്ട് അറിയിക്കുന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാലും ഈ പറയുന്ന രീതിയിൽ നിയമനങ്ങളൊക്കെ നടന്ന തസ്തികകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ നടന്നെടുക്കേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ മുന്നിൽ ഒരു വർഷക്കാലത്തോളം വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ മാക്സിമം എന്ത് ചെയ്യുക ഈ പറയുന്ന ഉപയോഗപ്പെടുത്തുന്നവർക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരാൻ പോകുന്ന എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന അതിന്റെ ജനറൽ കാറ്റഗറി പെടുന്ന ആളുകളുടെ ഒരു ഏജ് ലിമിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 2/1/1990 മുതൽ 2008 വരുന്ന എന്ത് ചെയ്യുന്നുണ്ട് 1/1/2008 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും പൊതുവെ ഇത് എഴുതാനുള്ള എന്ത് ചെയ്യുന്നത് ഒരു സാഹചര്യം നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക ഇത് ജനറൽ കാറ്റഗറി കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഏജ് റിലാക്സേഷൻ OBC SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്ത് ചെയ്യും കിട്ടുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഈ പറഞ്ഞ LDC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ മിഷൻ LDC 2027 വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് AICDB അക്കാദമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇതിലൂടെ തന്നെ എനിക്ക് പറയുന്നത് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പഠിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ കോഴ്സിനെ പറ്റിയോ ക്ലാസ്സിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ തൊട്ട് താഴെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സിലബസ് തീർത്ത് പിന്നെ റിവിഷൻസ് ചെയ്ത് പിന്നെ കൂടുതൽ അറിയാത്ത കാര്യങ്ങൾ മേഖലകളിലേക്ക് കടന്നുകൊണ്ട് നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കി എന്ത് ചെയ്യാൻ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ, താങ്ക് യു.